ഡേറ്റുകൾ ഓർക്കേണ്ട സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ, സമയവും കാലവും. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴെന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3000-ഓളം സോഷ്യൽ മീഡിയയിൽ ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരിപ്പോൾ ഡേറ്റുകൾ ടൈപ്പ് ചെയ്യുക, ഞങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ടാണ്. പരീക്ഷയുടെ ഡേറ്റുകൾ ഓർക്കുക. ഇവിടെ നിൽക്കുന്നവരും ഡേറ്റുകൾ ഓർക്കുക. ഡേറ്റും ടൈമും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. സമയം, ദുഃഖത്തിൻ്റെ എല്ലാ സമയങ്ങളും സന്തോഷത്തിൻ്റെ സമയമായി മാറുമെന്ന് ഈശോ പറഞ്ഞു. ആ ചേച്ചിയുടെ നിന്നുകൊണ്ട് സമയം എന്തായി എന്ന് ചോദിച്ചപ്പോൾ മൊബൈലിൽ അവർ നോക്കിയിട്ട് പറഞ്ഞു 12:08. അപ്പോൾ ഞാൻ ബൈബിൾ വിടർത്തി അകത്ത് നോക്കി, എന്താണ് കർത്താവ് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അൾത്താരെ നിൽക്കണം, നിങ്ങൾ ഓർക്കണം, ഈശോയുടെ താഴെ അത്ഭുതമാണ് ഞാൻ കണ്ട വാക്യമാണിതാ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? അത് 16 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ കരയും, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അത് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ മാത്രമാണെന്ന്. സമയദുഃഖങ്ങളെല്ലാം ഗർഭിണിയുടെ പ്രസവവേദന മാത്രമാണെന്നാണ് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 16:21. ഈ സമയത്തുണ്ടാകുന്ന നിന്റെ ദുഃഖങ്ങളെല്ലാം, ആ ദുഃഖങ്ങൾ നീ കർത്താവിൻ്റെ ദുഃഖത്തിൻ്റെ കൂടെ കൂട്ടുവെച്ച് കഴിഞ്ഞാൽ അത് ഗർഭിണിയുടെ ദുഃഖമായിട്ട് മാറും. ഗർഭിണിക്ക് ദുഃഖമുണ്ടാകണം എന്താ? പ്രസവിച്ച് കഴിയുമ്പോൾ സന്തോഷമായി മാറും. അതാണ് എല്ലാ ദുഃഖങ്ങളുടെയും സുവിശേഷം നൽകുന്ന സന്ദേശം. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും ജോലിയെക്കുറിച്ചുള്ള വിഷമതകളും രോഗങ്ങളെക്കുറിച്ചുള്ളതെല്ലാം കർത്താവേ ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യകൃപായുടെ അഭിഷേക ശക്തിയാൽ സന്തോഷമായി മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തത്സമയ കൃപകൾ വർഷിക്കണമേ, സൗഖ്യങ്ങൾ വർഷിക്കണമേ. രോഗമുള്ളിടത്ത് ദൈവനാമത്തിലെ അമ്മയുടെ മധ്യസ്ഥയിൽ കൈകൾ വെക്കേണ്ടതാണ്. രോഗമുള്ളിടത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അതീവ കൃത്യതയുള്ള വിശ്വാസത്തോടെ എനിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ സഹായിക്കും. ഞാനും ഇന്ന് സുഖപ്പെടും, ഞാനും ഇപ്പോൾ സുഖപ്പെടും. 10,000 സുഖപ്പെട്ട സന്ദേശമാണ് നമ്മൾ ഓരോ മാസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാം. 10,500 2,000 ഇടയ്ക്കാണ് സാക്ഷ്യം കിടക്കുന്നത്. അതല്ല, ഈ അൾത്താറയിൽ നിന്ന് ജനങ്ങൾ പറഞ്ഞതാണ്. ആ അൾത്താറുടെ മുമ്പിലാണ്, ഈശോയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സിസ്റ്റുകളുള്ളവരെ സിസ്റ്റുള്ള സ്ഥലത്ത് കൈകൾ വെക്കണം, സന്തോഷത്തോടെ കൈ വെക്കണം. ഒരു രോഗം കേട്ടില്ലേ, പ്രായമായ ഒരാളിന് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോയിക്കൊണ്ടിരിക്കണം, അറിയണില്ല. എങ്ങനെ ഞാൻ റാലിക്ക് പോകുമെന്ന് അവർ ചിന്തിച്ചത്. വല്ലപാട് ഒന്ന് നടന്ന് തീർത്താൽ മതിയായിരുന്നു വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടും, എന്നിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, റാലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അവരെ സ്പർശിച്ചു. അതൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഗൗരവം അറിയാൻ പറ്റത്തുള്ളൂ. തോന്നുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് മൂത്രം പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വെറുതെ വീട്ടിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ദൈവം എന്ത് കരുണയാണ് കാണിക്കുന്നത് നമ്മളോട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മൂത്രാശയ രോഗമുള്ളവരെ അടിവയറ്റി കൈവെക്കണം.
ഗർഭാശയ രോഗമുള്ളവർ, ഗർഭാശയ സിസ്റ്റ് ഉള്ളവർ, മക്കൾ ഇല്ലാത്തവർ ഒക്കെ അടിവയറ്റ് കൈവെക്കണം. അർസസ് രോഗികൾ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. എന്നിട്ട് പറയണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈശോ ഈ കൈ ഞാൻ നിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈശോ എൻ്റെ നാമത്തിൽ എൻ്റെ രോഗമുള്ളിടത്ത് ഈ കൈ വെച്ചിരിക്കുന്നത്. എന്നെയും നിൻ്റെ സാക്ഷിയായി മാറ്റണമേ. നെഞ്ചുവേദന ഉള്ളവർ നെഞ്ച് കൂട്ടിൽ കൈവെക്കുക. ആരെല്ലാം ഈ ശുശ്രൂഷ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിൽ ഇരുന്ന് കൂടുന്നുവോ, രോഗികൾ കർത്താവിലെല്ലാം വിശ്വാസത്തിൽ നമ്മൾ ഒരേ വേദിയിലാണെന്ന് ഓർത്ത് വേണം എൻ്റെ മക്കൾ അതിൽ പങ്കെടുക്കാൻ. വിശ്വാസത്തിൽ നമ്മൾ ഒരേ സ്റ്റേജിലാണ്. അമേരിക്കയിലുള്ളവർ ഈ സമയത്ത് ശ്രദ്ധിക്കുക, ഓസ്ട്രേലിയയിലുള്ളവരും ഇന്ത്യ മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഈ സമയത്ത് രോഗാതുരമായ സ്ഥലങ്ങളിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണ് രോഗമെങ്കിൽ അവരെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അന്യ രാജ്യങ്ങളിലുള്ളവർ, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണ് രോഗമെങ്കിൽ അവിടെ അടുത്ത് ചെന്നുകൊണ്ട് എവിടെയാണ് രോഗം അവിടെ കൈവച്ചുകൊണ്ട് പറയുക, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ ഇപ്പോൾ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ നാമത്തിലെ നീ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, ദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് തത്സമയം സൗഖ്യങ്ങൾ നൽകി കർത്താവേ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ കൃപയും തിരുശരീരത്തിന്റെ അഭിഷേകവും നൽകണമേ. സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടുക. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. Praise the Lord. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മൾ ബ്രസ്റ്റിൽ ക്യാൻസർ ഉള്ളവർ, ശരീരത്തിൽ മുഴയുള്ളവർ, ഏതെങ്കിലും ഗ്രന്ഥികൾക്ക് കേടുള്ളവർ അവിടെ എല്ലാം കൈവെക്കുക. ബ്രസ്റ്റിൽ ക്യാൻസർ ഉള്ളവർ, അല്ലെങ്കിൽ മുഴയുള്ളവർ, ഏതെങ്കിലും ഗ്രന്ഥികൾക്ക് കേടുള്ളവർ, ഹൃദയരോഗികൾ ഇടനെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ ഇടനെഞ്ചിന് താഴെ കൈവെക്കുക. പ്ലീഹാരോഗികൾ, പാങ്ക്രിയാസ് രോഗികളെല്ലാം അവിടെ തന്നെ കൈ കമഴ്ത്തി വെക്കുക. എന്നിട്ട് പറയണം, നിങ്ങൾ ഞാൻ ഈ കൈവെക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് ഞാൻ കൈവെക്കണമെന്ന് പറയണം. നിങ്ങൾ പിൻകഴുത്ത് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, സോറിയാസിസ് രോഗികൾ, അതുപോലെ അലർജി രോഗികൾ ഞാൻ പറയാം, അത് അടുത്ത പ്രാർത്ഥനയ്ക്ക് പറയാം. സോറിയാസിസ് രോഗികളുണ്ട്, തൈറോയ്ഡ് രോഗികളുണ്ട്, വാതരോഗികൾ. ശരീരമാസകലം അവർക്ക് വേദനയുള്ളതാണ്. അപ്പോൾ ശരീരമാസകലം വേദനയുള്ളവർക്ക് പ്രത്യേക രീതിയിൽ പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴെൻ്റെ പർട്ടിക്കുലർ പെയിനുള്ള സ്ഥലത്താണ് ഇപ്പോൾ കൈവെക്കേണ്ടത്. മക്കൾ വെക്കുക. ഇന്ന് തന്നെ സോറിയാസിൻ്റെ സൗഖ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടതല്ലേ? മാനസിക രോഗികൾ, അവർ നെറ്റിയിലാണ് കൈവെക്കേണ്ടത്. ഇനി നമ്മൾക്കറിയാം, ഇതെല്ലാം വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്ന കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിവിടെ ചിലപ്പോൾ ആ രോഗികളുണ്ടാകത്തില്ല, പക്ഷേ വീട്ടിലുണ്ടാകും. അവർക്ക് വേണ്ടി നിങ്ങൾക്കിപ്പോൾ പറയാം, കർത്താവ് ഇന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. ഡിപ്രഷനുള്ളവർ, ഉറക്കമില്ലാത്തവർ, അപസ്മാര രോഗികൾ, ചുടരുദിനക്കാർ, അതെല്ലാം നെറ്റിക്കാണ് കൈവെക്കേണ്ടത്. കണ്ണ് രോഗം, അതുപോലെ മറ്റ് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള രോഗങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്ത് കൈവെക്കാവുന്നതാണ്. കണ്ണ്, ചെവിയെങ്കിൽ ചെവി. തൈറോയ്ഡ്, ടോൺസിലേറ്റ് രോഗങ്ങളെല്ലാം തൊണ്ടയിൽ കൈവെക്കുക.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ ഈ കൈവെക്കുന്ന ഇടത്ത് ഞാൻ ഈ കൈവെക്കുന്ന ഇടത്ത് എല്ലാ രോഗങ്ങളെയും എല്ലാ രോഗങ്ങളെയും എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് മാതാവിൻ്റെ മധ്യസ്ഥതയിലെ മധ്യസ്ഥതയിൽ ഈശോ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയോട് ചേർന്ന് ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ഇപ്പോഴീ ആരാധനയിൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗങ്ങളെയും രോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ അത്ഭുതകരമായി അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, രോഗദുരിതങ്ങള് കൈവച്ച് പ്രാർത്ഥിച്ച മക്കള്, വിദൂരങ്ങളായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കള്, ഭവനത്തിലായിരിക്കുന്നതിന് പ്രാർത്ഥിച്ച മക്കളെ അങ്ങിപ്പോൾ ഈ ആരാധന സ്പർശിച്ച് സൗഖ്യം നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം അടിച്ചോ. തിരുക്കരത്താൽ താങ്ങിയല്ലേ, തിരുരക്തത്താൽ കഴുകണമേ. പാടാം. തിരുക്കരത്താൽ താങ്ങിയല്ലേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, കരങ്ങൾ ഉയർത്തിയടിച്ചിട്ട് പെരുമഴ പോ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ആമേൻ, ആമേൻ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ശരീരമാസകരൻ രോഗമുള്ളവരെ, എപ്പോഴും നീരുവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. പലപ്പോഴും വേദന മട്ടുമാറാതെ നിൽക്കുന്നവർ, അലർജി രോഗികൾ. കൃപാസനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രോഗസൗഖ്യങ്ങൾ ഒന്നാണ് അലർജിയും അതുപോലെ തന്നെ സോറിയാസിസും. കുറേ സാക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ. 20 കൊല്ലം 12 കൊല്ലം 20 കൊല്ലം ഒക്കെ ആയിട്ടുള്ള പഴകിയ രോഗങ്ങളെയാണ് ഇവിടെ ആൾക്കാരെ സാക്ഷ്യം പറഞ്ഞത്, ഇന്നും പറഞ്ഞു തരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണമെന്ന് ഓർക്കണം. അലർജി രോഗികൾ അവരെല്ലാം സ്വസ്തിക്കായിട്ടാണ് കൈവെക്കേണ്ടത്. ഒച്ച വെച്ചിരിക്കണില്ല. ഇതുപോലെ നമ്മുടെ ഹോൾ ബോഡി നമ്മൾ കർത്താവിനെ സമർപ്പിക്കുകയാണ്. മുഴുവൻ ശരീരവും ഉള്ളംകാലം മുതൽ ഉച്ചവരെ വരുന്ന രോഗങ്ങളാണ് ഇങ്ങനെ സമർപ്പിക്കേണ്ടത്. അതിനകത്ത് വാതരോഗമുണ്ട്, അലർജി രോഗമുണ്ട്, സോറിയാസിസ് ഉണ്ട്, തളർച്ചയുണ്ട്, പാർക്കിൻസൺസ്, ഇങ്ങനെ എല്ലാ രോഗങ്ങളും. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവ്യമായ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകം മുഴുവനും ആസ്ട്രേലിയയിൽ നമുക്ക് 6% ആരാധനയിൽ പങ്കെടുക്കുന്നവരുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലുമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നവരെ, സ്വിറ്റ്സർലൻഡ്, കാനഡ, ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളും, നമ്മുടെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് എത്താൻ കഴിയാത്ത നമ്മുടെ ജില്ലകളിലുള്ളവർ ഇപ്പോഴും ആരാധന കൂടുന്നുണ്ടെങ്കിൽ അവർ സ്വസ്തിക്കായിട്ട് കൈകൾ വെക്കട്ടെ. അവർക്ക് രോഗമില്ലെങ്കിലും അവർക്കറിയാവുന്ന രോഗികൾക്ക് വേണ്ടി കാരുണ്യപ്രവൃത്തി പോലെ ഈ ആരാധന ഏറ്റെടുത്ത് ശക്തമായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ ആസകലമുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗദുരിതങ്ങളുള്ള സർവ്വ അംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗങ്ങളുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ. എല്ലാ രോഗികളെയും തത്സമയം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുമ്പോൾ വിടുതൽ, കരങ്ങളടിച്ചു പാടാം. ആരാധിക്കുമ്പോൾ സൗഖ്യം, എല്ലാവരും ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം. കൈകൾ ഉയർത്തിയടിച്ചിട്ട് സമാധാന സന്തോഷം ദാനമായ സമാധാന സന്തോഷം ദാനമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ജീവിത വിഷയങ്ങളിലേക്ക് പ്രവേശിക്കണം. നമ്മൾ സന്തോഷമായി ശ്രദ്ധിക്കുക. കൃപാസനത്തിൽ അമ്മ നൽകുന്ന ഏറ്റവും വലിയ
അനുഗ്രഹങ്ങളൊന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആ ഉടമ്പടിയുടെ മർമ്മമാണ് നിൻ്റെ കഴിവിനാലല്ല എൻ്റെ കൃപയാൽ. അതുകൊണ്ടാണ് ഇന്ന് സാക്ഷി നമ്മൾ പറഞ്ഞില്ലേ, 15 കൊല്ലം IELTS 15 പ്രാവശ്യം IELTS എഴുതി തോറ്റവർ ഒരു ലൈറ്റക്കാന് പ്രയർ റിക്വസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ജയിക്കണത് എന്തുകൊണ്ടാണ് ലൈറ്റക്കാന് പ്രയർ റിക്വസ്റ്റ് ഇത്രയും പവർ വരാൻ കാര്യം എന്താണ്? അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വേണ്ട 2 കോടി ജപമാലയാണ്. നിങ്ങളതിൻ്റെ റീസൺ മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചത് 15 ലക്ഷത്തിന് 20 ലക്ഷത്തിനും ഇടയ്ക്ക് ജപമാലയാണ്. നമ്മൾ ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചത് ജപമാല റാലിക്ക് പ്രാർത്ഥിച്ചത് 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് ജപമാലയാണ്. ഇത് തുടങ്ങി 2001 തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ആൾ കൂടിയെന്നേ ഉള്ളൂ. ഈ 10-20 കൊല്ലത്തെ ജപമാല മുഴുവനും ഇൻവെസ്റ്റഡ് അല്ലേ? കൃപാസന ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ ചെയ്തിട്ടില്ല. ദൈവമഹത്വത്തിന് വേണ്ടിയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും മിഷൻ്റെ പുരോഗതിക്ക് വേണ്ടിയുമാണ് ആത്മകാര്യത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത്രയും ബുദ്ധി ചെയ്തതല്ല, പക്ഷേ ദൈവത്തിൻ്റെ ബുദ്ധിയാണത്. ആത്മകാര്യത്തിന് വേണ്ടി മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ആസ്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ ക്ലിക്ക് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുമ്പസാരം കുർബാനയും ഇല്ലാത്ത രാജ്യത്താണ് ജീവിക്കണമെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ കാര്യം അതാണ്. പക്ഷേ നിങ്ങൾ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ടക്കേം ദൈവത്തിലേക്ക് തിരിച്ചു വരണം. അത് മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണത്. എപ്പോഴും കുത്തി അനുഗ്രഹം മേടിക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ വറ്റിപ്പോവും വിശ്വാസം. കാരണം വിശ്വാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വിശുദ്ധിയും ശക്തിയും നിത്യരക്ഷയുമാണെന്ന് ഓർക്കണം. നിത്യരക്ഷയാണ് ആത്യന്തിക അൾട്ടിമേറ്റ് എയിം വിശ്വാസത്തിൻ്റെ. നിങ്ങൾ ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. ആധ്യാത്മിക വിശ്വാസം, ആധ്യാത്മിക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ദൈവികമായ രഹസ്യങ്ങളും ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാണ് അതിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ പരീക്ഷക്കാരെ വർക്ക് ചെയ്യണം. IELTS, OET, HAD, MOH, ജർമ്മൻ B1, അതിൻ്റെ കൂടെ വിസ ടൈപ്പുകൾ, ഇമിഗ്രേഷൻ ഓഫീസിൽ പെൻഡിങ് ഉള്ളവരെ, വിസ പ്രോസസ്സിന് പെൻഡിങ്ങുള്ളവരെ, വിസ കറക്റ്റ് ഡേറ്റിന് എത്തിച്ചേരാത്തവരെ, എന്തെങ്കിലും മിസ്റ്റേക്കിൽ കുരുങ്ങിയിരിക്കുന്നവരെ, ക്ലറിക്കൽ എറർ ഉണ്ടാകും, അല്ലെങ്കിൽ പേപ്പറിൻ്റെ എറർ ഉണ്ടാകും. ചിലപ്പോൾ നമ്മളവിടെ നിരത ദ്രവ്യമായി വെച്ചിരിക്കുന്ന ദ്രവ്യം ഇമൂവബിൾ ഓർ മൂവബിൾ പ്രോപ്പർട്ടി അവർക്ക് വിസിബിൾ ആയിട്ട് തോന്നത്തില്ല. അങ്ങനെ കുറേ അവരുടെ കെട്ടിയേൽപ്പിക്കപ്പെട്ടുള്ള തകരാറുകൾ ചിലപ്പോൾ പ്രോസസ്സിങ് ഉണ്ടാകും. നിങ്ങളത് കണ്ണീരോടെ അമ്മയോട് പറയേണ്ട സമയമാണ്. ചിലപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷെ അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ണീരോടെ പറയണം. ഇപ്പോൾ ഈശോയോട് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും അപേക്ഷകൾ വെച്ചിരിക്കുന്നതിൻ്റെ മെറിറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് വിശുദ്ധിയോടെ ജീവിച്ചുകൊള്ളാം, കുറച്ചുകൂടി സ്നേഹത്തോടെ സാക്ഷിയായിക്കൊള്ളാമെന്നൊക്കെ അമ്മയോട് പറയേണ്ട, വാവിട്ട് കരഞ്ഞ് പറയേണ്ട സമയങ്ങളാണ്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഇവിടുന്ന് കൈയെടുക്കത്തുള്ളൂ. ജോലിയില്ലാത്തവരെ ഇന്നലെ സാക്ഷ്യം വന്നില്ലേ, ഞാൻ കൃപാസനം അമ്മയുടെ മോളായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് വേറെ ഒരു ഐഡൻറ്റിറ്റിയും വേണ്ടെന്ന് പറഞ്ഞില്ലേ ടീച്ചർ. എനിക്ക് വേറെ ഒരു ഐഡൻറ്റിറ്റിയും വേണ്ട, ഞാൻ കൃപാസനം അമ്മയുടെ മോളായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കണതെന്ന് പറഞ്ഞത് എന്താണ്? അവിടെ ഒരു ട്രാൻസ്ഫർ പ്രശ്നമാണ്. 10-12 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ട്രാൻസ്ഫർ പ്രശ്നം ഒരു ലൈറ്റ് ക്യാൻഡിൽ കൊണ്ട് പെട്ടെന്ന് സെറ്റായപ്പോൾ ആൾ ഉടമ്പടി ചെയ്ത് ബാക്കിയെല്ലാം പെട്ടെന്ന് അമ്മ ഏറ്റെടുത്ത്. നമ്മുടെ ഭൗതിക വിഷയമില്ലേ, അമ്മയ്ക്ക് നമ്മളെക്കാൾ സീരിയസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിലാണ് ഉടമ്പടി നിൽക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് വീട്ടുകാർക്ക് പ്രശ്നമായിരിക്കത്തില്ല, പക്ഷെ അമ്മയ്ക്കത് പ്രശ്നമാണ്. അതല്ലേ ബൈബിള്. അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് വീട്ടുകാർ പറഞ്ഞിട്ടല്ലല്ലോ അമ്മ അറിയണത്. അമ്മ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് റഷ് ചെയ്യണം ഈശോൻ്റെ അടുത്ത്. അതാണ് അമ്മ. അവരുടെ മധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും കർക്കശമായത് പാലിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരീക്ഷ തോറ്റവരെ, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, കരകയറാൻ പറ്റാത്തവരെ, മനസ്സിടിഞ്ഞവരെ, വീണ്ടും വീണ്ടും തോക്കുന്നവരെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ കർത്താവിന്റെ കൃപയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രുതികളുടെ യോഗ്യതാ പരീക്ഷ എഴുതുന്നവര്, മത്സര പരീക്ഷ എഴുതുന്നവര്, IELTS എക്സാം എഴുതുന്നവര്, റിപ്പോർട്ടിന്റെ പരീക്ഷ എഴുതുന്നവര്, നെറ്റിന്റെ എക്സാം എഴുതുന്നവര്, എൻട്രൻസ് എക്സാം എഴുതുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവാണല്ലോ അവരെ പഠിപ്പിക്കുന്നത്. ശക്തിയും ശ്രേയസ്സും കൊടുക്കണേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ശക്തി പകർന്നിടണേ, വിശ്വാസത്തോടെ
സന്തോഷത്തോടെ പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. Praise the Lord. വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ പൊറുതിമുട്ടിയവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, കുടുംബത്തിൽ കലഹവും സമാധാനവും ഇല്ലാത്തവരെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്നിരിക്കുന്നവരെ, കേസാകാൻ പോണവരെ, കേസ് കൊടുത്തവരെ, അയൽവാസികൾ തമ്മിൽ കേസായി പോയവരെ, അതിർത്തി തർക്കങ്ങളാണ്, ഭാഗോടമ്പടി നടക്കാത്ത അവസ്ഥകളാണ്, സ്വന്തം ഓഹരി കിട്ടാത്ത കുരുക്കുകളാണ്, ചതിപ്രയോഗങ്ങളാണ്, വരുമാന മാർഗം നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്ന കട, കമ്പോളം, വ്യാപാരം, വ്യവസായം, മാർക്കറ്റിംഗ്, അവിടെ എല്ലാം ബ്ലോക്കുകൾ വന്നിട്ടുള്ളവർ, ജോലി അന്വേഷിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയിട്ടുള്ളവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഭയങ്കര പാരവെപ്പും പലതരത്തിലുള്ള ചവിട്ടിത്താത്തലും സമ്മർദ്ദങ്ങൾക്ക് സങ്കടപ്പെടുന്നവരെ എല്ലാം പരിശുദ്ധ അമ്മ ഏൽപ്പുക. പാമ്പിൻ്റെ തലക്ക് ചവിട്ടിയവളാണ് പരിശുദ്ധ അമ്മ എന്നുള്ള ബോധ്യം വേണം. അതൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് അമ്മേ ഒന്ന് ചവിട്ടണമെന്ന് പറയണം. കാര്യം അത്രയും ഞാൻ വിഷമിക്കുന്നുണ്ട്, എനിക്ക് വേറെ ആരും ഒരു മാർഗ്ഗമില്ല എന്ന് ഈശോനോട് പറയണം. അങ്ങനെ ജീവിതം കൊണ്ട് കണ്ണീരിട്ട് പ്രാർത്ഥിക്കാൻ നോക്കണം. ശ്രുതികട ഹല്ലേലൂയ. ജോലി പ്രതിസന്ധികളുള്ളവര്, ശ്രദ്ധയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില വരുമാനമില്ലാതെ വിഷമിക്കുന്നവര്, ജോലി സ്ഥിരം നഷ്ടപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇരിക്കുന്നവര്, വിദേശയിൽ പോയി ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരാധനയിൽ തത്സമയം അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലെ കാര്യം അച്ഛൻ പറഞ്ഞെങ്കിൽ കർത്താവേ എന്ന് ഓർക്കണവരുണ്ടാവും. അവരിപ്പോൾ ഓർക്കുക, അവരുടെ കാര്യം അവർ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. ആരുടെയെങ്കിലും കാര്യം വിട്ടുപോയെന്ന് ആർക്കെങ്കിലും ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ അത് അമ്മ അത് കേട്ടിട്ടുണ്ടെന്ന് ഓർത്താൽ മതി. ഇപ്പം തന്നെ അത് ഓർക്കുക. എന്ത് വിഷയമായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ആ വിഷയമാകാം. അതിപ്പോൾ പറയുക, അമ്മയോട് നിനക്ക് എന്തും പറയാം, അവരമ്മയാ. അമ്മയോട് പറഞ്ഞ് ഈശോയ്ക്ക് സമർപ്പിക്കാൻ പറയണം. മറ്റുള്ളവർ പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിൽ വലിയ കൊലപാതകം നടക്കുന്നത് വരും, രഹസ്യമായ കാര്യങ്ങളുണ്ടാവും. എല്ലാം നീ ഇപ്പോൾ പറയുക. പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ട് ഈശോയുടെ തിരുസന്നിധിയിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി സമർപ്പിക്കുക. അമ്മയെ പരിശുദ്ധമ്മയെ ഞാൻ മക്കൾ സമർപ്പിച്ച വിഷയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് എത്രയും വേഗം അവരിനിയും കൃപാസനത്തിൽ വരുന്നതിനുള്ളിലെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഞാൻ ഈശോയോട് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. ആശീർവാദത്തിന് സമയമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുത്ത മക്കളെ എളുപ്പമായിട്ട് സമാപന ആശീർവാദത്തിന് സമയമാണ്. 2-3 അറിയിപ്പുകൾ അച്ഛൻ്റെതായിട്ടുണ്ട്. അതിലൊരു അറിയിപ്പെന്ന് പറയണത് ഉടമ്പടിയുടെ പ്രഖ്യാപിത സമയം എത്രയാണ്? 90 ദിവസം. മറന്നു പോകരുത്. 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കിയാൽ ഉടമ്പടി പൂർത്തിയായി. ചില ആൾക്കാർ വിചാരിക്കും ഇതിങ്ങനെ പുതുക്കി മരണം വരെ പുതുക്കണമെന്ന്. വേണ്ട, 90 ദിവസം മാത്രമേ ഉടമ്പടിയുടെ ടൈമുള്ളൂ. അത് 90 ദിവസം പൂർത്തിയാക്കി മക്കളെ പുതുക്കണം. പിന്നെ വേണമെങ്കിൽ 2 അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ ആ 2 അനുഗ്രഹം എടുത്ത് മാറ്റിയിട്ട് ബാക്കി പുതിയ കാര്യം വരെ ഉണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് നിങ്ങൾക്ക് ഈ നാട്ടിൽ നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ല ജീവിതകാലം മുഴുവൻ ഉടമ്പടി ചെയ്ത് നടക്കരുത്. കാര്യം ഉടമ്പടി ചെയ്യും തോറും നിങ്ങളുടെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കാം, ഇല്ലേ? ഇപ്പം അച്ഛൻ നീല പേപ്പർ കാണുമ്പോൾ ഞാനൊരു വിശുദ്ധയാണ് കാണുന്നതെന്നുള്ള ചിന്തയിലാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് വല്ല
ദേഷ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നതിൻ്റെ അർത്ഥം. ഞാൻ നീല പേപ്പർ കാണുമ്പോൾ ഒരു കൊല്ലം കർത്താവുമായി ഉടമ്പടി ചെയ്ത് ജീവിച്ചതിൻ്റെ ഒരു അൽഫോൻസാമയേക്കാൾ ഉയർന്ന ഒരു വിശുദ്ധയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും കള്ളത്തരങ്ങളും തോന്നിവാസമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അച്ഛൻ നീല പേപ്പർ റദ്ദ് ചെയ്തിരിക്കണത്. നീല പേപ്പർ കിട്ടാതിരിക്കത്തില്ല, പക്ഷേ കാര്യമുണ്ട്, നിലവാരമുള്ള സാക്ഷ്യം നിങ്ങൾ പറഞ്ഞിരിക്കണം. നിലവാരമുള്ള സാക്ഷ്യം പറയണം. സാക്ഷ്യം പറഞ്ഞാൽ മാത്രം പറയാം. സാക്ഷ്യം ഇപ്പോൾ നമുക്കൊരു 60 സാക്ഷ്യം കിട്ടിയ 20 ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ, സമയമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നിലവാരമുള്ള ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓഫീസിൽ കിട്ടും. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞതാണ്, പേപ്പർ എഴുതി കൊടുത്തതാണ്, പക്ഷേ പറയാൻ അവസരം തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയ്യിൽ ആ ഫയലുണ്ടാവും. അത് അച്ഛൻ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അംഗീകരിച്ചിട്ട് സാക്ഷ്യം ഇവിടെ പറയാൻ ഒത്തില്ലെങ്കിലും നല്ല സാക്ഷ്യമാണെങ്കിൽ അത് പുതുക്കി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണെന്നുള്ള ബോധ്യത്തിൽ വേണം എൻ്റെ മക്കൾ എന്ത് കോംപ്രമൈസിനും. വീട്ടിൽ നിങ്ങളോട് വെറുപ്പുള്ളവരോ വിദ്വേഷമുള്ളവരോ ഉണ്ടാകാനേ പാടില്ല. പട്ടാങ്ങി പറഞ്ഞ് അവസാനിപ്പിച്ച് പറഞ്ഞേക്കണം. കാര്യം എന്താണ്? അവരെക്കാൾ ദൈവത്തെക്കാൾ വലുതാക്കരുത് അവരെ. നിൻ്റെ ശത്രുവിനെ ദൈവത്തെക്കാൾ നീ വലുതാക്കരുത്. പറഞ്ഞ മനസ്സിലായാ? അതിൻ്റെ അർത്ഥം മനസ്സിലായാ? നീ ഒരു വ്യക്തിയോട് മിണ്ടാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ശത്രുവാണെന്ന്. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ വലുതാക്കിയാൽ സ്വാഭാവികമായിട്ടും നിൻ്റെ കൃപയെ അത് ബാധിക്കും. ആരെയും നീ ദൈവത്തെക്കാൾ വലുതാക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കണത്. അവിടെ കഴിയുന്ന മിസ്റ്റേക്ക്, പക്ഷെ നമ്മൾ ക്ഷമിക്കും. എന്താ കാര്യം? നിൻ്റെ ശത്രു ദൈവത്തെക്കാൾ വലുതാകാൻ പാടില്ല. പ്രിസുല 2020 ജപമാല അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്തേക്കണം, ഡേറ്റ് ബ്ലോക്ക് ചെയ്തേക്കണം. എന്തിനാ അങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്ന് അറിയാമോ? ഇനിയുള്ള ഉപവാസം എടുക്കുമ്പോൾ ആ 24-ാം തീയതി കൂടി കാര്യം ആൾക്കാരൊക്കെ ഒരു കൊല്ലം ഉപവസിച്ചൊക്കെയാണ് ഈ ഉടമ്പടി ഇതിന് വന്നിരിക്കുന്നത്, റാലിക്ക് വന്നിരിക്കുന്നത്. 22 മണിക്കൂറല്ലേ, നമ്മൾ 22 കിലോമീറ്റർ അല്ലേ നമ്മളിവിടെ യാത്ര ചെയ്യണത്. അപ്പോൾ ഒരു കൊല്ലം നമുക്കിപ്പോൾ സമയം കിട്ടിയിരിക്കുകയാണ്. ഒരു കൊല്ലം മുഴുവൻ നമ്മൾ ഈ വരാൻ പോകുന്ന ജപമാല പ്രാർത്ഥന മരിയൻ തീർത്ഥാടനമല്ലേ, അപ്പോൾ അതിനെ സമർപ്പിച്ച് നമുക്ക് ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും വലിയ പവറിൽ അങ്ങനെ നിൽക്കണ ഈ സംഭവം. അതുകൊണ്ട് എൻ്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. സ്ഥലം നിങ്ങൾക്ക് പൈസ ഉള്ളവർക്ക് വാങ്ങിച്ചു തരാവുന്നതാണ്. ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. 1 സെൻറ്റായാലും 1/2 സെൻറ്റായാലും. നമ്മളെ ഈ ധ്യാനം ഇവിടുന്ന് മാറ്റുകയാണ്. എന്താ കാര്യത്തിൽ ഇപ്പം തന്നെ ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റത്തില്ല, ഇതല്ലേ അവസ്ഥ. പിന്നെ അവർക്ക് ഇപ്പോൾ ഒരു ഗുണം കൂടി ചെയ്തിട്ടുണ്ട്. എന്താ, ചിലർക്ക് ഒരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം 5 ചൊവ്വാഴ്ച ഉണ്ടാവും. ഇപ്പോൾ 4 ചൊവ്വാഴ്ച കൊണ്ട് നമ്മൾ പ്രാർത്ഥന തീരത്തില്ലേ? 5-5 ചൊവ്വാഴ്ച ആൾക്കാർ ഇവിടെ പൊട്ടളം പോലെ വരികയും. അപ്പോൾ 5-5 ചൊവ്വാഴ്ച പ്രാർത്ഥന ഉണ്ട്, 5-ാം തിങ്കളാഴ്ച പ്രാർത്ഥന ഉണ്ട്. ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ഇപ്പോൾ എന്താ, എല്ലാ തിങ്കളാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ആക്കി. ഇപ്പോൾ പ്രസവമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല. എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥന, എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥന. 2:30 മണിക്ക് തീരും, 8 മണിക്ക് തുടങ്ങും. അപ്പോൾ ചിലർ ആരാരൊക്കെ മാത്രം വരുന്നുണ്ട്, അത് ശരിയാവത്തില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത, കാശിരൂപം നഷ്ടപ്പെട്ടവരൊന്ന് കൈപൊക്കിക്ക്. ഉടമ്പടി കാശിരൂപം നഷ്ടപ്പെട്ടവർ കൈതാധികം. എൻ്റെ മക്കളെ അത് നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പം അച്ഛൻ ക്ഷമിക്കും, നിങ്ങൾക്ക് ആശീർവാദം തരും. ഡിസംബർ മാസം മുതൽ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഉടമ്പടിക്ക് ആശീർവാദം തിരിച്ചു കൊടുക്കും. പിന്നെ നിങ്ങൾ മരുമകൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ വഴി വരരുത്. ഞാൻ തന്നെയായിരിക്കും കൊടുക്കണത്. കുർബാന ചൊല്ലി ആരാധന കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയായിരിക്കും ഉടമ്പടിക്ക് ആശീർവാദം. കാര്യം വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല. കാര്യം അത് വിഷയം വേറെ. അതേ നമ്മൾ ഉടമ്പടി ചെയ്തതിൻ്റെ പ്രമാണം പോലെ അത് വർക്കൗട്ട് ചെയ്യണത്. ദൈവസാന്നിധ്യം ഉറപ്പ് തരുന്നത് നമ്മൾ ആ വിശ്വാസ പ്രമാണം ചെല്ലിയാണ്. അതുകൊണ്ട് ചിലർക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. ഒടിഞ്ഞു പോയത് അച്ഛനെ തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ ഒറിജിനൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശുരം തന്നെ കിട്ടും. കളഞ്ഞു പോയവർക്ക് അതുപോലെ തന്നെ വലിയ കാശുരുവാണ്, വേറെ കാശുരുവാണ് കളഞ്ഞു പോയവർക്ക്. ഉടമ്പടിയുടെ അതേ പവറിലുള്ള. പക്ഷേ കളഞ്ഞു പോയതും ഒടിഞ്ഞതും രണ്ടും രണ്ടാണ്. അപ്പോൾ കളഞ്ഞു പോയവർ കാശുരം ഒരു കാരണവശാലും കളഞ്ഞു പോകാൻ പാടില്ല. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഉടമ്പടി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ഈ മാസവും അടുത്ത മാസവും പുതുക്കണം. ഈ മാസവും അടുത്ത മാസവും പ്രാർത്ഥന കൂടി പ്രേക്ഷിത കാർഡ് വാങ്ങിക്കണം. പ്രേക്ഷിത കാർഡ് വാങ്ങിച്ചിട്ട് പ്രേക്ഷിത കാർഡ് 8-ാം നമ്പറിൽ കാണിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് കാശുരൂപത്തിനുള്ള കൂപ്പൺ തരും.
കാശൊരു അച്ഛനെ തരത്തുള്ളൂ. 200 പേരുണ്ടായാലും ഞാൻ തന്നെ നിന്ന് പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് തരും. അപ്പോൾ നഷ്ടപ്പെട്ടവർ വിഷമിക്കേണ്ട, ഇനി നഷ്ടപ്പെടുത്തരുതിൻ്റെ പേരിൽ. പണ്ട് യൂതന്മാർ ആരാണ്ട് പാരാസെറ്റമോൾ കിടന്ന് കിട്ടിയിട്ടേ മഴ കൊണ്ട് പനി പിടിപ്പിച്ച് പാരാസെറ്റമോൾ കഴിച്ച പോലെ പുതിയ കാശിനും കിട്ടാൻ വേണ്ടി പരിപാടികളൊന്നും കാണിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് എപ്പോഴും അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടത് തിരിച്ചു തരണം. അതിന് നിങ്ങളുടെ കൈ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കൊഴുത്തൊടിഞ്ഞായാലും ശരി തിരിച്ചു തരണം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുള്ള കുമ്പസാരിച്ച് കുർബാന ചെയ്തിട്ട് ഉടമ്പടി പ്രാർത്ഥന കൂടി ഉടമ്പടി പുതുക്കുക. അതുപോലെ തന്നെ ആ മാസത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് വാങ്ങിക്കുക. എന്നിട്ട് ഓഫീസുമായി എന്ന് മുതലാണ്? ഡിസംബർ മുതൽ. കാര്യം ഈ മാസം മുഴുവൻ പറയാനുള്ള സമയമുണ്ട് എനിക്ക്. കാര്യം എവിടെയെല്ലാം ഉള്ള ആൾക്കാരാണ് വരേണ്ടത്. അവർ ട്രെയിൻ വരെ ബുക്ക് ചെയ്ത് വരേണ്ട ആൾക്കാരുണ്ട്. ഈ മാസം മുഴുവൻ പറയാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ മാസം മുഴുവൻ ഞാൻ ഡിസംബർ 1-ാം തീയതി മുതൽ കൊടുക്കാൻ തുടങ്ങും. അച്ഛൻ ഇവിടെ ഉള്ള ദിവസമൊക്കെ കൊടുക്കും. ഞാൻ തിങ്കൾ ചൊവ്വ ബുധൻ വേഴ ഇവിടെ ഉണ്ട് രാവിലെ 10 മണിക്കുള്ളിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ദിവസം ഇവിടുന്ന് ഈ ആൾക്കാരെ കൊടുക്കത്തുള്ളൂ. അല്ല അതിൻ്റെ പേര് തൈക്കാട്ടുശ്ശേരി ഇവിടെ വരുന്നൊക്കെ. അത് കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടം ഇതാണല്ല. ഈ തൈക്കാട്ടുശ്ശേരി നിങ്ങൾ വരണത് ശരിയല്ല കേട്ടോ. അച്ഛൻ അവിടെ പുസ്തകം എഴുതാനും പ്രാർത്ഥിക്കാനും വേണം പോകുന്ന സ്ഥലമാണ്. രാവിലെ പിന്നെ കുറച്ച് രോഗികളെടുക്കും. പക്ഷേ ഈ പീരിമേഡിൽ നിന്നൊക്കെ ഒരു വണ്ടി മൊത്തം ആൾക്കാർ വന്ന് 1 സെക്കൻഡ് 2 സെക്കൻഡ് അവർ കാണാത്തത്. ഈ 2000 രൂപ മുടക്കിയിട്ട് 1 സെക്കൻഡ് കണ്ടിട്ട് എന്നെ കാണിക്കാനേ? അങ്ങനെ ചെയ്യാതെ മണ്ടത്തരമാണ് ശരിക്കും. വന്ന സ്ഥിതിക്ക് പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ച് വിടും. പക്ഷെ അതല്ല വേണ്ടത്. നിങ്ങൾ നിന്ന് കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തോ, ബാക്കി ഈശോ നോക്കും. പിന്നെ 3 പുതുക്കിയവരെയും 2 പുതുക്കിയവരെയൊക്കെ ഞാനിവിടെ ക്യാൻസർ രോഗികളെ കണ്ടു കഴിയുമ്പോൾ ഞാൻ 4 പുതുക്കിയവരെയും 3 പുതുക്കിയവരെയും കാണും. അവർക്ക് അവിടെ നിന്ന് ടോക്കൺ കിട്ടും. 25 ടോക്കൺ നമ്മൾ കൊടുക്കണത്. ബാക്കിയുള്ളവർക്ക് ടോക്കൺ കൊടുത്തില്ലെങ്കിലും അച്ഛൻ ആ സംഭവം കേൾക്കും. ചിലർക്ക് എല്ലാവർക്കും ടോക്കൺ കിട്ടത്തില്ല. 4 പുതുക്കിയവർക്ക് ടോക്കൺ കിട്ടും, 3 പുതുക്കിയവരും കുറച്ച് പേർക്ക് കിട്ടും. ബാക്കിയുള്ള കിട്ടത്തില്ല. നിങ്ങളവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതല്ല, നിങ്ങൾ വന്ന് അച്ഛൻ എനിക്ക് ടോക്കൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. കാര്യം കേട്ടാൽ മതി. ഞാനും നിങ്ങളും അല്ലല്ല കാര്യം ചെയ്യണത്. കാര്യം ചെയ്യണത് ആരാണ്? ഈശോ. ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ആ മകളെ പോയിക്കൊന്ന് 2 കൊട്ടിയാൽ ചിലപ്പോൾ തീരും ആ വിഷയത്തിനാരെ. ഇപ്പം 20 കൊല്ലം മക്കളില്ലാഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അമ്മയോട് പറഞ്ഞു നിനക്ക് കൊച്ചിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഒറ്റ വാക്കല്ലേ ഉള്ളൂ. ഒറ്റ വാക്ക് മതി. അതിന് ഒരു അര സെക്കൻഡ് മതി അതിന്. ആ ഒരു ബോധത്തിൽ വരണം എൻ്റെ മക്കൾ. അതിനാണ് ഞാൻ ഇത്രയും പ്രാർത്ഥന കൂടി നിങ്ങളെ ദൈവമായിട്ട് അടുപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിരിക്കുക. ഇപ്പോൾ സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്.